ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഏകദേശം 7:44 ഇവിടെ ഏകദേശം 5:30 വരുന്നു. നമ്മളപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മളുടെ ഒരാൾ ഇവിടെ ഇതാണ്ടോ. അപ്പോൾ നടക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിൽക്കുക, ഇൻട്രോ എടുത്തില്ല. അപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. നോക്കൂ, ഒരു അതിഥി വന്നിരിക്കുന്നു. ഇവിടെ നേരെ ഒന്നും എന്തോ ഇത് പൂച്ച. ഞാൻ നോക്കുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് കുത്തിയിരിക്കുന്നത് ഉണ്ട്. എൻ്റെ പുറകെ നടക്കുക, എൻ്റെ കാല ഉരുമി നടക്കുക. ആഹാ, അല്ല, കാല ഉരുമി നടക്കുക. ഒന്ന് കടിക്കുന്നുണ്ടോന്ന് തോന്നുന്നു. കടിക്കും. ആഹാ, കടിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ലല്ലോ. ഈ പരിസരത്തുനിന്ന് ഈ കളറുള്ള പൂച്ചകൾ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരുമാതിരി കറുത്ത കരണ്ടിലിൻ്റെ പൂച്ച മാത്രമേ ഉള്ളൂ. പുറകെ നടക്കും എൻ്റെ. ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇവിടെ മല കണ്ടപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി നോക്കി, എന്താണെന്ന് അറിയാൻ വേണ്ടി. പോയരുത്. അപ്പോൾ നമ്മുടെ പ്രയാണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിർത്തിയപ്പോഴത്തേക്കും ആളോളൊക്കെ നലമ്പ് കാണിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു. എങ്ങോട്ടൊന്നും ഇല്ലാന്ന് നടന്നുകൊണ്ടിരിക്കുക. വെറുതെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വണ്ടി കണ്ടോ? എന്തോ ടൊയോട്ട അല്ല, ലെക്സസ് ആണല്ലോ. ലെക്സസിൻ്റെ ഏതോ ഒരു വണ്ടി. ഏത് വണ്ടി ഇത്? ലെക്സസിൻ്റെ ഏതോ ഒരു വണ്ടി. 350 കൊള്ളാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ മറ്റേ BMW ഒരു മുതൽ കിടക്കുന്നു. 5 ഈ ഓടി എപ്പോഴും ഇവിടെ കിടക്കുന്നതാണ്. കുറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നു. പിന്നെ അതേ വന്നിട്ടുണ്ട് ആ ഓടി. നമ്മൾ നടന്ന് ഇവിടെ എത്തി. തോണ്ട പജീറോ കിടക്കുന്നു. അതിൻ്റെ മണ്ടയ്ക്കൊരു പൂച്ച ഇരിക്കുന്നു. നമ്മളെ പൂച്ച മിസ്സിങ് ഒക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. പൂച്ച മിസ്സിങ് കേസുകൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെയൊന്നും സ്റ്റിക്കർ കാണില്ല, പക്ഷെ നമ്മളവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ബൈ ദ വേ, ഈ മാസത്തോടു കൂടി നമ്മുടെ അൽമസ്കറ്റ് സീരീസൊക്കെ തീരും ഗുയ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസത്തോടുകൂടി നമ്മുടെ അൽമസ്കറ്റ് സീരീസ് അല്ലെങ്കിൽ മസ്കറ്റ് സീരീസ് അവസാനിക്കുക. നമ്മൾ 27-ാം തീയതി കൂടുന്നു. അല്ല, 26-ാം തീയതി ഇവിടുന്ന് കെട്ടുന്നതാണ്. ഇനി നാട്ടിലേക്ക് പോവാണ് 26-ാം തീയതി. പക്ഷേ ഞാൻ നാട്ടിലെത്തിയില്ല, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ നാട്ടിലായിരിക്കും. കാര്യം അടുത്ത മാസം വരെ ഒക്ടോബർ 26-ാം തീയതി വരെയുള്ള വീഡിയോ ഇപ്പോഴേ ഷെഡ്യൂൾഡാണ്. അപ്പോൾ അതെല്ലാം കണ്ടു തീർന്നിട്ടായിരിക്കും നമ്മൾ നാട്ടിൽ പോകുന്ന വീഡിയോ വരുന്നതെന്ന് തോന്നണം. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും കയറ്റി വിടും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ നാട്ടിലൊക്കെ എത്തി അവിടെ എന്തെങ്കിലും പരിപാടിയായിട്ട് നിൽക്കുമായിരിക്കും. സോ നമ്മുടെ 26-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ ഓഫ് മസ്കറ്റ്. ഇന്ന് എത്രാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 18-ാം തീയതിയാണ്. നമ്മൾ ഇന്നലെ ഒരു വ്ളോഗ് എടുത്ത്, മിനിഞ്ഞാന്നൊരു വ്ളോഗ് എടുത്ത്. അതുകൊണ്ട് 2-3 വ്ളോഗ് പഠിപ്പിച്ചെടുത്ത കാരണം കുറേ വ്ളോഗ് കിടപ്പുണ്ട്. ഇനി ഷോർട്സാണ് ഇല്ലാത്ത. നമ്മൾ നടന്നാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗയ്സ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ പോകുന്നുണ്ടാവും, കറക്റ്റായിട്ട് കണ്ടൻറ്റുകൾ പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് സംഭവം. ഈ 3 ദിവസത്തെ ഗ്യാപ്പിട്ട് വിടുന്ന കാരണം നമുക്ക് ടൈമുണ്ട്, ഷോർട്സും ഉണ്ട് അതിനിടയ്ക്ക്. അതുകൊണ്ട് നല്ലപോലെ വ്യത്യാസം വരും വീഡിയോകൾക്കൊക്കെ. ഷൂട്ട് ചെയ്യുന്നതും വരുന്നതും അല്ലെങ്കിൽ അപ്പാവുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ നടന്നതോടെ ഇവിടെ എത്തി. ഇതെവിടാണെന്ന് എനിക്ക് മനസ്സിലായി കാണും. നമ്മുടെ എന്താണ് ഈ ഏരിയ, മറ്റേ മസ്താങ് കിടന്ന ഏരിയ, പള്ളീൻ്റെ ഇവിടെ പാർത്താന്ന് നിൽക്കുക. അത് ഞാൻ പിന്നെ അങ്ങോട്ട് എടുക്കാൻ നമ്മളപ്പോൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് നടന്ന്. പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ അൽമസ്കറ്റ് സീരീസ് ഇങ്ങനെ നടന്ന് ചെയ്തുകൊണ്ടിരുന്ന കാരണം കുഴപ്പമില്ല, നമുക്ക് വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കും. പക്ഷെ ഇപ്പം അതുപോലെ നേരത്തെ എടുക്കുന്ന പോലെ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പഴയ ആ ഒരു നാണം വരുന്നുണ്ട്, നാണക്കേട്. മീൻസ് ഇപ്പോൾ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു നാണക്കേട്. അതെന്താ ഈബിൾ ജെറ്റിൻ്റെ വണ്ടി അവിടെ വണ്ടി കിടക്കുന്നുണ്ട്, ഈബിൾ ജെറ്റിൻ്റെ പോലത്തെ വണ്ടി. ഒരു മിനിറ്റ്, അങ്ങോട്ട് പോകാൻ കഴിച്ചു. അതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വീട്ടിലെടുത്തോണ്ട് പോയാൽ ഒരു ചമ്മൽ പോലെ. ഒരു മിനിറ്റ്
ഒരാൾ ഇരിക്കുന്നത് കണ്ട, ഒരു ചമ്മലും ഒരു നാണക്കേട്ടും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എനിക്കാണ് നാണക്കേട്ട് ചമ്മലും കേസ്. ഇത് നമ്മുടെ മറ്റേ വഴിയാണ്, ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ആ വണ്ടി കിടപ്പുണ്ട്, അതൊന്ന് പോയി നോക്കിയിട്ട് വരാം, ഒരു മിനിറ്റ്. അതിന് മുമ്പ് ഒരു ഫോട്ടോ പിടിക്കട്ടെ. നമ്മളപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്നപ്പോഴത്തെ അടുത്ത സാധനം ഇത് മറ്റേ റൂബിക്കോണാണോ എന്തപ്പം മുതലെന്ന് എനിക്കറിഞ്ഞൂടാ. താറാണോ ഇത് താറാന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്ത് മറ്റേ വെട്ട് കിടക്കുന്നു, ഡോഡ്ജ്. താറല്ലേ ഇത് താറാന്ന് തോന്നുന്നത്. താറാണ് ഇത്, താറല്ലേ? അതിന് താറ്, ഇത് ഡോഡ്ജ്. ഇത് മറ്റേ വണ്ടി. ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവർ മറ്റെന്തോ സലാല എന്നും പറഞ്ഞൊരു റൈഡൊക്കെ വന്നൊരു വണ്ടിയത്. സലാലെന്ന് വന്നാണോ? സബ്സേ ഗോമ അഡ്വഞ്ചർ താണ്ട, ഇതാണ് അവരുടെ വണ്ടി. നടക്കുന്നവരുടെ വണ്ടി. എനിക്ക് തോന്നുന്നു ഇവർ ഫുൾ കറങ്ങുന്ന ടീമാണെന്ന് തോന്നുന്നു. നമ്മുടെ കേബിൾ ജെറ്റ് പോലത്തെ സ്ഥലം സെറ്റപ്പാന്ന് തോന്നുന്നു. എന്താ സലാല എന്നായിരിക്കും, എനിക്ക് സലാല എന്നാന്ന് തോന്നുന്നു അമ്മമാർ വന്നിട്ടുള്ള ടീം. ഇവരുടെ വണ്ടി ഞാൻ ഇടുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ടീമിൻ്റെയാണ് ഈ ഡോഡ്ജ് നടത്തില്ല. ഡോഡ്ജ് കിടപ്പുണ്ട്. ഒരു റൂബിക്കോണാണോ താറാണോ എന്ന് എനിക്ക് റൂബിക്കോൺ അല്ലേ ഇത്? അത് തന്നെ, റൂബിക്കോൺ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് കണ്ടോ, നല്ല രസമല്ലേ ഈ ഒരു സീൻ. മല കണ്ട, മലയാണ് കുയിസ്. ആ മലയാണിത്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. നടന്ന് എവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കി കാണും. നമ്മളാ പള്ളീൻ്റെ അവിടെ നിന്ന് ഈ റോഡ് കയറി ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് നമ്മൾ സാധാരണ വരുന്നത് അപ്പുറം കൂടെ വന്ന് ഇങ്ങനെ കയറലാണ് പരിപാടി. നമ്മളൊന്ന് തിരിച്ച് ഇതിലേ കൂടെ വന്ന് അപ്പുറം കയറാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ താണ്ട ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ, ഇതൊക്കെ കണ്ടുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കാണ്ടപ്പോൾ ഒരു പയ്യനാണ്, മണിപ്പയ്യനാണെന്ന് തോന്നുന്നു. ആൾ കുറേ നേരമായിട്ട് നോക്കണം ഇവൻ എന്തൊരു കാണിക്കണം അവിടെ കിടന്നെന്ന്. അതിനൊന്നും മനസ്സിലാകണില്ല. ഇതുണ്ട്, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂച്ച എവിടെ? പൂച്ച എവിടെ റീ? ഇത് കുറേ നേരമായിട്ട് അവിടെ പൂച്ച കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു പൂച്ച അവൾ കണ്ടുള്ളൂ. നമ്മുടെ മറ്റേ പൂച്ചേൻ്റെ പടമൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടൊന്നും ഒട്ടിച്ചിട്ടില്ല. നമ്മുടെ ആ ഏരിയയിൽ ആരുടെ പൂച്ചയാണെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു ആ ഏരിയ മാത്രം ഒട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഏരിയ മാത്രമേ പൂച്ചേൻ്റെ സാധനം കണ്ടുള്ളൂ. ഇവിടെ മറ്റേ സുന നടക്കുന്ന എക്സ്ട്രീം എന്തായിരുന്നു ഇവരുടെ പേര്? നല്ല രസമാട്ടോ ഞാൻ നടക്കാൻ. ഇച്ചിരി രാത്രിയൊക്കെ നല്ല കാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കാം. ഒന്നാമത് നമ്മൾ പണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമസ്കറ്റ് സീരീസ് എന്നും പറഞ്ഞ് സീരീസ് തുടങ്ങിയപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ചൂടെടുക്കണമെന്നും പറഞ്ഞ് പിന്നെ നിർത്തിയ പരിപാടി. അങ്ങനെ അങ്ങ് നിർത്തി വെച്ച് പിന്നെ അങ്ങോട്ടില്ല പരിപാടിയൊന്നും. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ് ഈ ആൽമസ്കറ്റ് സീരീസ്. അതിപ്പം എവിടെ വന്ന് നിൽക്കണമെന്തോ ഇപ്പോൾ എങ്ങും പുറത്തിറങ്ങാത്ത രീതിയിലായി. കേട്ടോ, നല്ല രസമാണ് ഈ ഒരു സീൻ. അങ്ങനെ വിജനമായ വീതിയിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല വട്ടടിക്കണ പോലെ തോന്നുന്നുണ്ടാവില്ലേ? ഓർവട്ടം എന്തൊരിത് എന്തുകൊണ്ടൊക്കെ കൂടെ പോകുന്നു. ഇപ്പോൾ ക്യാമറയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. നേരത്തെ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ഒരു മിന്നായം പോലൊരു സാധനം പോയി, ഇപ്പോഴും ഒരു മിന്നായം പോലൊരു സാധനം പോകുന്നു. ഇപ്പോൾ ചൂടിന്ന് കുഴപ്പമില്ല, ഒരു ചെറിയ കാറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ദൂരം പോലും നടക്കില്ല. അയ്യവ ഒരാൾ തിങ്ങാന കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. അത് തന്നെ അയ്യവ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കുവാണ്. അതുപോലെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കണ്ട. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൂടെ കയറി അപ്പുറം കൂടെ വന്ന് നമ്മൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. ഫോക്കസ് ആകും തന്നെ. ആ സ്ഥലമാണ് ഈ സ്ഥലം. പരിചയമില്ലാത്തവർ പരിചയം ഉണ്ടാവും. നേരത്തെ വീഡിയോകളിലൊക്കെ ഈ സ്ഥലങ്ങൾ കാണിച്ച് പോയതാണ് ഗൈസ്. അയ്യോ എൻ്റെ നാക്ക് വരെ കുഴഞ്ഞു പോയി. മെച്ചി ഫ്രണ്ട് ക്യാമിനും ബാക്ക് ക്യാമിനും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഒരുമാതിരി മിന്നലടിച്ച് പോകണ പോലത്തെ ഒരു സാധനം. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെള്ളം കൊണ്ട് വന്നത്. അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ കഴിയുമ്പോൾ മലയാളികൾ കുറച്ചുണ്ട്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞു, പക്ഷേ ഇവിടെ മലയാളികളുണ്ട്. ഇവിടെ മലയാളികൾ ഉള്ള ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാ സ്ഥലവും നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഈ ഏരിയയിൽ ഞാൻ പറഞ്ഞ പോലെ മലയാളികൾ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഈ കാണുന്നിടത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് മലയാളികൾ. ഞാൻ എപ്പോഴും മേളിയിരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തര സൗണ്ട് കേൾക്കാം. ഞാൻ പറഞ്ഞത് നമ്മുടെ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്ന സ്ഥലം. നമ്മളിതിവിടെ വൈകിട്ട് നടന്നു പോകുമ്പോഴാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പൂച്ചകൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഞാൻ മേളിൽ ഈ സമയത്ത് ഇരിക്കുമ്പോഴത്തേക്കും താഴെ അവർ ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇത് ഈ വീടങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പേരുണ്ട്. എവിടെ പൂച്ച? വ്യക്തി പൂച്ച കണ്ടില്ല, പക്ഷെ പൂച്ച എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയയിലാണ് പൂച്ചകൾ കൂടുതൽ കൊണ്ടുകൊണ്ട് പൂച്ചയുണ്ട്. ഞാൻ കാണിച്ചാൽ ഫ്ലാഷ് ഓൺ ആയി താണ്ടായിരിക്കും. കേട്ടാ പൂച്ച. ഇതേ 1 2 അവിടെയൊക്കെ തിളങ്ങുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ടാവും തിളങ്ങുന്നത്, ഫോക്കസ് ആകുന്നില്ല. ഇതേ ഇവിടെ 1, അടുത്തത് താണ്ടുണ്ട് തിളങ്ങുന്നുണ്ട. ഇതേ 1, അവിടെ 1, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ തിളങ്ങുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അയ്യോ ഇതാണ്ട തിളങ്ങുന്നുണ്ട. ആ സ്ഥലമാണ് നമ്മളിരിക്കുന്ന സ്ഥലം. ഫോക്കസ് ആകത്തില്ല. ഇവിടെയാണ് പൂച്ചകളുടെ കേന്ദ്രം. എപ്പോഴും നമ്മൾ മേലെ ഇരിക്കുമ്പോൾ ഇവിടെ പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതാണ്. വൈദവേ ഞാൻ തേണ്ട് അയ്യോ മുഖത്തിട്ട് ഫ്ലാഷ് അടിച്ചിട്ട് എനിക്കൊന്ന് കാണാൻ നേരം. ഒരാളെ ഇറക്കി വിട്ടിരിക്കുകയാണ് പൂച്ചൻ്റെ അടുത്തോട്ട്. പൂച്ച എന്ന് പറഞ്ഞ് വെള്ളം വെച്ച് നടക്കുക. പൂച്ച എവിടെ തന്നു? പൂച്ച എവിടെ? പൂച്ച എവിടെ? അയ്യോ പൂച്ച പോയാ? അതേ പോണു പൂച്ച. പൂച്ചയുടെ പുറകെ നടപ്പുണ്ട്. പൂച്ച എവിടെ? ഓടണം പൂച്ചകൾ, കണ്ടം വഴി ഓടണം. അയ്യോ പൂച്ച പോയാ പൂച്ച? തന്തടാ ഇനി മാത്രം വട്ടടിക്കണേ ഇവിടെ. പോയാ പൂച്ച? പോയി. അയ്യോ പോയാ? ഏച്ചി ഫ്ലാഷ് ഇട്ട് എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആൾക്ക് കാണാൻ പറ്റും, നല്ല ഇരുട്ട്. അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്തൊക്കെയോ പോകണം. വല്ല പ്രേതമാണോടി ഈ ഫുട്ടേജ്. എനിക്കൊന്ന് നോക്കണം. എന്തൊക്കെയോ ഒരു സാധനം പോയ പോലെ തോന്നണം അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ വല്ല പ്രേതമൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ല. ഒന്നാമത് ഇവിടെ ഇരുട്ടും മൂടി കിടക്കുക. അയ്യോ വെറുതെ നമ്മൾ നടന്നാണ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തോരം ലെങ്ത് ഉണ്ടെന്ന് അറിയത്തില്ല. മാക്സിമം ലെങ്ത് കൂട്ടാമെന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്. പക്ഷെ എത്ര ലെങ്ത് കൂടിയിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ തിരിച്ചിവിടെ എത്തി. കുറേ നാൾ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നടത്തം നടക്കുന്നത്. അൽമസ്കറ്റ് സീരീസ് ഇടവഴികൾ തേടി യാത്ര തുടങ്ങിയിട്ട് പുതിയ കുറേ വഴികൾ നമ്മൾ കണ്ടുപിടിച്ചു, വീഡിയോ എടുത്തു. പോയ വഴിയെ കൂടെയൊക്കെ തന്നെ പിന്നെയും പോയി. പിന്നെ കുറേ നാളായിട്ട് പോയില്ല. ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കാതിരിക്കുന്നതുകൊണ്ടും എനിക്കും എന്തോ പോലെ. ഞാൻ പെട്ടെന്ന് വീർത്തുന്നു, പെട്ടെന്ന് കഥയ്ക്കുന്നു. പിന്നെ എന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫ്രണ്ട് ചെയ്യാൻ ഇപ്പോൾ കോണൊക്കെ ഇരുട്ടായതുകൊണ്ടാണ്. നമുക്കെന്തായാലും ഒരു ഔട്ടറോടെ കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കയറുകയാണ് ക്വിസ്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഔട്ടർ എടുത്തിട്ട് സന്തോഷകരമായി പിരിയാം. എന്തൊന്ന് കറണ്ട് പോയി? എവിടേക്ക് വെട്ടയില്ലല്ലോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ ഇന്ന്. സാധാരണ സ്ട്രീറ്റ് ലൈറ്റ് തെളിയുന്നതാണല്ലോ. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല. ഇതെന്തിരുന്ന് ഇവിടെയൊക്കെ വെട്ടമുണ്ടല്ലോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ. ഗൈസ് നിങ്ങൾക്കിപ്പോൾ എൻ്റെ പരുവം കാണാൻ പറ്റും. ഒരു ഫ്ലാഷ് ഓണാക്കിയിട്ട് ഞാൻ അടുത്താണ്. നല്ല വീർത്തിരിക്കുകയാണ്. ഒരാളുടെ ഉറക്കം വന്ന് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കണ്ണും കാണാൻ ഒരു ടീം അങ്ങോട്ട് കയറി വന്ന് വണ്ടി കൊണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്ന് ഔട്ടർ എടുക്കുകയാണ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു കിടക്കാൻ വീഡിയോ ആയിട്ട് വരാം. എത്ര മണിയായി പറഞ്ഞ പോലെ? 8:25. ഇവിടുത്തെ അല്ല, നാട്ടിൽ 8:25. ഇവിടെ വല്ല 6 7 മണിയൊക്കെ കാണും. 7 മണി എങ്ങാനും 7 മണി ആയി കഴിഞ്ഞല്ലോ. 8:25 ആകുമ്പം 6:45 അടുപ്പിച്ചാൽ കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 6:45, ഇവിടെ 6:45, നാട്ടിൽ 8:25. അപ്പോൾ ബൈ. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബൈ.